നൂറ്റാണ്ടിന്റെ ചരിത്രത്തിന് വിരാമമിട്ടുകൊണ്ട് പോർട്ട് ടബോൾട്ടിലെ ടാറ്റ സ്റ്റീലിലുള്ള അവസാന ഫർണസായ ബ്ലാസ്റ്റ് ഫർണസ് 4 പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു ഫർണസിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് അവസാന ഉരുക്കുതണ്ട് നിർമ്മിച്ചത്. വെയിൽസിലെ പരമ്പരാഗത ഉരുക്ക് നിർമ്മാണത്തിന് അന്ത്യമായി എന്നറിയിച്ചുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ വെളുത്ത പുക കുടലിലൂടെ ഉയർന്നു വന്നിരുന്നു. അതീവ വൈകാരികമായ ക്ലേശമേറിയ ഒരു ദിനമെന്നാണ് ടാറ്റ യുകെയുടെ ചീഫ് എക്സിക്യൂട്ടീവ് രാജേഷ് നായർ ജീവനക്കാർക്ക് എഴുതിയ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. നിലവിലെ ഫർണസുകൾ നീക്കം ചെയ്ത് കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഇലക്ട്രിക് ആർക്ക് ഫർണസുകൾ സ്ഥാപിക്കുവാനാണ് ഇപ്പോൾ കമ്പനി അടച്ചിരിക്കുന്നത്. സ്ക്രാപ്പ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റീൽ നിർമ്മാണമായിരിക്കും പുതിയ ഫർണസുകൾ പ്രവർത്തനക്ഷമമായാൽ ഉണ്ടാവുക. 2028 മുതൽ ഇവ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ സാങ്കേതിക വിദ്യയിലേക്കുള്ള മാറ്റത്തിന് 1.25 ബില്യൺ പൗണ്ടിന്റെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 500 മില്യൺ പൗണ്ട് ബ്രിട്ടീഷ് സർക്കാർ നൽകും. മാറ്റം നിലവിൽ വരുന്നതോടെ 3000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. മൊത്തം തൊഴിലാളികളുടെ 75% വരും ഇത്. ബ്രിട്ടനിലെ ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടോളം നിർണായക ശക്തിയായി നിലകൊണ്ട് ടാറ്റ സ്റ്റീൽ പ്ലാന്റിന്റെ ആയുസ് കഴിഞ്ഞതോടുകൂടി അടച്ചുപൂട്ടുകയാണ് എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ 2027-28 അതേ സ്ഥലത്ത് ഉരുക്ക് നിർമ്മാണം പുനരാരംഭിക്കുമെന്നും കുറവ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന പുതിയ സാങ്കേതിക വിദ്യയിൽ മുതൽ മുടക്കിയാൽ പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിൽ ഉരുക്ക് നിർമ്മാണം സാധ്യമാകുമെന്നും ഈ രാജ്യത്തിന്റെ ഹരിതഭാവി കൂടുതൽ ശോഭനമാക്കുമെന്നും കമ്പനി പ്രത്യാശ പ്രകടിപ്പിച്ചു. ബ്രിട്ടനിൽ 5000 തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുമെന്നും ഏറെ മത്സരം അഭിമുഖീകരിക്കുന്ന ബ്രിട്ടീഷ് വിപണിയിൽ ഈ മാറ്റം കമ്പനിക്കേറെ ഗുണകരമാകുമെന്നും കമ്പനി വക്താവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.